ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ റിയൽമിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8100 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ N63 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ. പിന്നെ ബാക്കി ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 6.75 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T612 എന്ന പ്രോസസർ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 8100 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി C63 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ അതിന്റെ വില 9000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പം രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഇതിൽ ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 10500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C65 5G എന്ന സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റിയൽമിയുടെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം. ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ HD റെസൊല്യൂഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6300 എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും തന്നെയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ വരുന്നുള്ളൂ. 10500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 11400 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C67 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ബാക്കി ക്യാമറ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റും തന്നെയാണ് വരുന്നത്. പിന്നെ MediaTek Dimensity 6100+ എന്ന പ്രോസസറാണ് കൊടുത്തിരിക്കുന്നത്. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. 11400 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇതിലുള്ളതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 12X 5G എന്ന സ്മാർട്ട് ഫോൺ 11700 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി നാർസോ 70X എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ വില 12000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 15000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ 70 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി P1 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണുകളിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് MediaTek Dimensity 7050 എന്ന പ്രോസസർ തന്നെ ഇതിൽ വരുന്നുണ്ട്. 9 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. 15000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇപ്പം റിയൽമി നാർസോ 70 5G എന്ന സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. റിയൽമി P1 5G എന്ന സ്മാർട്ട് ഫോൺ 15700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ ഇപ്പം 17500 18000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് റിയൽമി 12+ അതുപോലെ തന്നെ നാർസോ 70 Pro എന്നീ ഫോണുകൾ വരുന്നുണ്ട്. രണ്ടും ഏകദേശം അടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം പ്രോസസ്സറൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. എക്സ്ട്രാ ആയിട്ട് എന്താണ് ലഭിക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ 8 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. പിന്നെ മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ക്യാമറയും അതുപോലെ തന്നെ ചാർജിങ് സ്പീഡും ഈ ഫോണുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളും തമ്മിൽ മെയിൻ ക്യാമറ സെൻസറിന്റെ കാര്യത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ റിയൽമി 12+ എന്നുള്ള സ്മാർട്ട് ഫോൺ 17500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് അവൈലബിൾ ആണ്. നാർസോ 70 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 18000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി P1 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 18000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Snapdragon 6 Gen 1 എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 9 5G ബാൻഡ്സ് ആണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്.
പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം, ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം ആയിട്ടുള്ള പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ക്യാമറയിൽ 32 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. അപ്പം ഈ രണ്ട് ഫീച്ചേഴ്സ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ 26,500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro Plus എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 50+64+8 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫോൺ 26,500 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 28,800 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT60 എന്ന സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് നിങ്ങൾ പെർഫോമൻസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 12ഓളം 5G ബാൻഡ്സ് വരുന്നുണ്ട്. പിന്നെ 6.78 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5500 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 28,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പം പെർഫോമൻസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം, അല്ല ക്യാമറയ്ക്കാണ് നോക്കുന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro Plus എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT6 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലും സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. 50+8+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5500 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 40,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.